വെടിക്കെട്ട് ബാറ്റിംഗ് ശൈലിയിലുള്ള സഞ്ജുവിന് ക്രീസിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞാൽ 101 റൺസ് എന്നത് ഒരു വലിയ വെല്ലുവിളിയല്ല. അയർലൻഡിൽ ഈ നേട്ടം കൈവരിക്കാനായാൽ ഇന്ത്യയ്ക്കു വേണ്ടി T20യിൽ 1500 റൺസ് തികയ്ക്കുന്ന 9ാമത്തെ മാത്രം ബാറ്റ്സ്മാൻ എന്ന ബഹുമതി സഞ്ജുവിന് സ്വന്തമാകും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ഹർദിക് പാണ്ഡ്യ, KL രാഹുൽ, ശിഖർ ധവാൻ, MS ധോണി, സുരേഷ് റെയ്ന എന്നിവരടങ്ങുന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളുടെ നിരയിലേക്കാണ് സഞ്ജു ഇതോടെ നടന്നു കയറുന്നത്. രാജസ്ഥാൻ റോയൽസ് എന്ന ഫ്രാഞ്ചൈസിയുമായി വർഷങ്ങളായുള്ള ആത്മബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു മാറിയത് ഈ വർഷത്തെ IPLലെ ഏറ്റവും വലിയ വാർത്തയായിരുന്നു. MS ധോണിയുടെ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു എങ്ങനെ തിളങ്ങുമെന്നറിയാൻ ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയിരുന്നു. എന്നാൽ സകല പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് ചെന്നൈ ടീമിനൊപ്പമുള്ള തന്റെ അരങ്ങേറ്റ സീസൺ സഞ്ജു അവിസ്മരണീയമാക്കി. 2026 IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി 14 ഇന്നിംഗ്സുകളിൽ നിന്ന് 477 റൺസാണ് സഞ്ജു അടിച്ചുകൂട്ടിയത്. ചെന്നൈ ടീമിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു മലയാളി താരം. വെറും ഒരു റൺസ് വേട്ട എന്നതിലുപരി 2 തകർപ്പൻ സെഞ്ചുറികളും ഒരു അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെയാണ് സഞ്ജു ഈ റൺസ് അക്കൗണ്ടിലാക്കിയത്. മധ്യനിരയിലും ടോപ്പ് ഓർഡറിലും ഒരുപോലെ തിളങ്ങാൻ കഴിയുമെന്ന് തെളിയിച്ച സഞ്ജു IPLലെ അതേ തകർപ്പൻ ഫോമും ആത്മവിശ്വാസവുമായാണ് ഇനി അയർലൻഡിലേക്ക് വിമാനം കയറുന്നത്. ലോകകപ്പ് വിജയത്തിന്റെ ആവേശവും IPLലെ റൺവേട്ടയും സഞ്ജുവിന് അയർലൻഡിൽ വലിയ തുണയാകും.